Dear friends, you are welcome to Historia. അപ്പോൾ ഹിസ്റ്റോറിയ പുതിയ ക്ലാസ്സിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ മുൻ ക്ലാസ്സിൽ ചെയ്യുന്ന പോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട 3 ചോദ്യങ്ങളാണ് മുൻകാലങ്ങളിൽ ചോദിച്ച ഡിഗ്രി നിലവാരത്തിലുള്ള ചോദ്യങ്ങൾ. റീസെൻ്റ്ലി നമുക്ക് എക്സാം വരുന്നുണ്ട്. ഏപ്രിൽ 29 ഡിഗ്രി ലെവൽ എക്സാം, അതുകൊണ്ടാണ് നമ്മൾ ഡിഗ്രി നിലവാരത്തിലുള്ള ചോദ്യങ്ങൾ എടുക്കുന്നത്. അപ്പോൾ മുൻകാലങ്ങളിൽ ചോദിച്ച ഡിഗ്രി നിലവാരത്തിൽ ചോദിച്ച 3 പ്രധാനപ്പെട്ട ചോദ്യങ്ങളും അതിൻ്റെ ഉത്തരങ്ങളും അനുബന്ധ കാര്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് പോകാം. ഒന്നാമത്തെ ചോദ്യം നോക്കുക. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ഔദ്യോഗിക ചരിത്രകാരൻ എന്നറിയപ്പെടുന്നത് ആരാണ്? ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ഔദ്യോഗിക ചരിത്രകാരൻ എന്നറിയപ്പെടുന്നത് ആരാണ്? ഒഫീഷ്യൽ ഹിസ്റ്റോറിയൻ ഓഫ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. ഈ ചോദ്യം ആദ്യമായിട്ട് ചോദിച്ചത് കേരള PSCയിൽ ആദ്യമായിട്ട് ചോദിച്ചത് തൃശ്ശൂർ ജില്ലയിലാണ് ചോദിച്ചത്. ഓർത്തുവയ്ക്കുക, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ഔദ്യോഗിക ചരിത്ര രചയിതാവ് എന്ന് പറയുന്നത് പട്ടാഭി സീതാരാമയ്യാണ്. ദി ഹിസ്റ്ററി ഓഫ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്നാണ് അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിൻ്റെ ഒരു മറക്കണ്ട. പട്ടാഭി സീതാരാമയ്യയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ഔദ്യോഗിക ചരിത്ര രചയിതാവ് എന്ന് അറിയപ്പെടുന്നത്. അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിൻ്റെ പേര് ദി ഹിസ്റ്ററി ഓഫ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന പുസ്തകമാണ് അദ്ദേഹം രചിച്ചത്. ഓർത്തു വയ്ക്കുക. ഇനി പട്ടാഭി സീതാരാമയ്യയുമായി ബന്ധപ്പെട്ട് നമുക്ക് മറ്റു ചില കാര്യങ്ങൾ പഠിക്കാനുണ്ട്. ഒന്ന് ഓർത്തു വയ്ക്കുക, മറ്റൊരു ഫാക്റ്റ് ഓർത്തു വയ്ക്കുക. ഹി ഈസ് എ ഫസ്റ്റ് പ്രസിഡന്റ് ഓഫ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആഫ്റ്റർ ഇൻഡിപെൻഡൻസ്. സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യത്തെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പ്രസിഡന്റ് ആരാണ്? പട്ടാഭി സീതാരാമയ്യൻ. എന്ന് വെച്ചാൽ നമ്മളത് മറ്റൊരു രീതിയിൽ പഠിക്കാറുണ്ട്. പ്രസിഡന്റ് ഓഫ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അറ്റ് ദി ടൈം ഓഫ് ഇൻഡിപെൻഡൻസ്. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുമ്പോൾ ആരായിരുന്നു INC പ്രസിഡന്റ് ചോദിച്ചാൽ നമ്മളത് JB കൃപലാനി പറയാറുണ്ട്. ആചാര്യ JB കൃപലാനി. അപ്പോൾ സ്വാതന്ത്ര്യം കിട്ടുമ്പോൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രസിഡന്റ് ചോദിച്ചാൽ അത് JB കൃപലാനിയാണ്. പക്ഷേ സ്വതന്ത്രാനന്തര ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം ആദ്യത്തെ INC പ്രസിഡന്റ് വെച്ചാൽ അത് 1948 ജയ്പൂർ സെഷനിൽ പട്ടാഭി സീതാരാമയ്യയാണ്. അപ്പോൾ 2 കാര്യങ്ങൾ പഠിക്കുക. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ഔദ്യോഗിക ചരിത്ര രചയിതാവാണ്. അതോടൊപ്പം തന്നെ സ്വതന്ത്രാനന്തര ഇന്ത്യ അല്ലെങ്കിൽ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം ആദ്യത്തെ INC പ്രസിഡന്റ് പട്ടാഭി സീതാരാമയ്യാണ്. 1948 ജയ്പൂർ സെഷനാണ്. ദെൻ മറ്റൊന്നും കൂടി നമുക്കുള്ളത്, ഹീസ് എ ചെയർമാൻ ഓഫ് ഹൗസ് കമ്മിറ്റി ഇൻ കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി. നമ്മുടെ ഭരണഘടനാ നിർമ്മാണ സമിതിയിലെ ഹൗസ് കമ്മിറ്റി ചെയർമാനും പട്ടാഭി സീതാരാമയ്യാണ്. ഭരണഘടനാ നിർമ്മാണ സമിതിയിലെ ഹൗസ് കമ്മിറ്റി ചെയർമാനും പട്ടാഭി സീതാരാമയ്യാണ്. അപ്പോൾ 3ാമത്തെ ഫാക്ട് കിട്ടിയല്ലോ. ഇനി നെക്സ്റ്റ് വൺ അടുത്ത് നോക്കുക. ആന്ധ്ര ബാങ്കിന്റെ സ്ഥാപകൻ എന്നറിയപ്പെടുന്നു പട്ടാഭി സീതാരാമയ്യാണ്. നെക്സ്റ്റ് ഫാക്ട് ഒരെണ്ണോടി ഓർത്തിക്കുക. ഹി വാസ് ഡിഫീറ്റഡ് ബൈ സുഭാഷ് ചന്ദ്രബോസ് ഇൻ ദി ഫസ്റ്റ് ഇലക്ഷൻ ഓഫ് ഇന്ത്യൻ കോൺഗ്രസ് ഇൻ 1939 ത്രിപുരി സെഷൻ. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ആദ്യത്തെ തിരഞ്ഞെടുപ്പ്, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രസിഡന്റ് സ്ഥാനത്തേക്കുള്ള ആദ്യത്തെ തിരഞ്ഞെടുപ്പിൽ പട്ടാഭി സീതാരാമയ്യയെ പരാജയപ്പെടുത്തിയത് സുഭാഷ് ചന്ദ്രബോസ് 1939 ത്രിപുരി സമ്മേളനത്തിൽ. അപ്പോൾ മറക്കണ്ട, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ആദ്യത്തെ ഔദ്യോഗിക തിരഞ്ഞെടുപ്പ്, ആദ്യത്തെ ഇലക്ഷൻ, പ്രസിഡന്റ് സ്ഥാനത്തേക്കുള്ള അധ്യക്ഷ സ്ഥാനത്തേക്കുള്ള ആദ്യത്തെ തിരഞ്ഞെടുപ്പ് 1939 ത്രിപുരി മധ്യപ്രദേശ് ത്രിപുരി സമ്മേളനത്തിലായിരുന്നു. ഈ സമ്മേളനത്തിൽ ഗാന്ധിജിയുടെ നോമിനിയായിരുന്നു പട്ടാഭി സീതാരാമയ്യ. ആ പട്ടാഭി സീതാരാമയ്യയെ പരാജയപ്പെടുത്തിയ സുഭാഷ് ചന്ദ്രബോസ് ആയിരുന്നു. അപ്പോൾ ഇത്രയും ഫാക്റ്റുകൾ നിങ്ങൾ പട്ടാഭി സീതാരാമയ്യയുമായി ബന്ധപ്പെട്ട് പഠിക്കുക. അപ്പോൾ മറക്കണ്ട, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഔദ്യോഗിക ചരിത്ര പട്ടാഭി സീതാരാമയ്യാണ്. ഹൗസ് കമ്മിറ്റി ചെയർമാൻ പട്ടാഭി സീതാരാമയ്യാണ്. ആന്ധ്ര ബാങ്ക് സ്ഥാപിച്ചത് അദ്ദേഹമാണ്. സുഭാഷ് ചന്ദ്രബോസ് ത്രിപുരി സമ്മേളനത്തിൽ പരാജയപ്പെടുത്തിയ പട്ടാഭി സീതാരാമയ്യാണ്. അതോടൊപ്പം തന്നെ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയതിനു ശേഷം ആദ്യത്തെ INC പ്രസിഡന്റ് ജയ്പൂർ സെഷൻ 1948 അതിൻ്റെ പ്രസിഡന്റും ആരാണ്? പട്ടാഭി സീതാരാമയ്യാണ്. ക്ലിയർ ആയില്ലോ? അപ്പോൾ ഇത്രയും കാര്യങ്ങൾ അദ്ദേഹവുമായി ബന്ധപ്പെട്ട് പഠിക്കുക. ദെൻ നമുക്ക് രണ്ടാമത്തെ ചോദ്യം ഓർത്തുക. ത്രിഭാഷാ പാഠ്യപദ്ധതി ശുപാർശ ചെയ്ത വിദ്യാഭ്യാസ കമ്മീഷൻ ഏതാണ്? ഈ ഒരു ചോദ്യം പൊതുവെ ജനറൽ ആയിട്ട് ഉണ്ടാവാറുണ്ട്. അതോടൊപ്പം നമ്മുടെ LP UP HSA HSST പോലുള്ള എക്സാമിന് ചോദിക്കുന്ന ഒരു ഭാഗമാണ്. ത്രിഭാഷാ പാഠ്യപദ്ധതി ശുപാർശ ചെയ്ത വിദ്യാഭ്യാസ കമ്മീഷൻ ഏതാണ്? ഓർത്തുക, 1932 ഡോക്ടർ ലക്ഷ്മണസ്വാമി മുതലയാർ കമ്മീഷനാണ് ത്രിഭാഷ പാഠ്യപദ്ധതി ശുപാർശ ചെയ്ത് എന്ന് ഓർത്തുക. ത്രിഭാഷ പാഠ്യപദ്ധതി ഓർത്തുക. ഹിന്ദി, ഇംഗ്ലീഷ് ആൻഡ് മാതൃഭാഷ. ഇങ്ങനെ ത്രിഭാഷ പാഠ്യപദ്ധതി ശുപാർശ ചെയ്ത 1952 ഡോക്ടർ ലക്ഷ്മണസ്വാമി മുതലയാർ കമ്മീഷൻ. ഇത് മാത്രമല്ല, ഇന്ത്യയിൽ ആദ്യമായി സെക്കൻഡറി വിദ്യാഭ്യാസത്തിന് ശുപാർശ ചെയ്യുന്നു. സെക്കൻഡറി വിദ്യാഭ്യാസത്തെക്കുറിച്ച് ഏറ്റവും കൂടുതൽ ശുപാർശ ചെയ്ത കമ്മീഷനും ഏതാണ്? മുതലയാർ കമ്മീഷനാണ്. വിവിധോദ്ദേശ വിദ്യാലയങ്ങളെക്കുറിച്ച് ശുപാർശ ചെയ്തും ആരാണ്? ഈ മുതലയാർ കമ്മീഷനാണ്. അതോടൊപ്പം തന്നെ പാഠ്യപദ്ധതികൾ അങ്ങനെ പഠനങ്ങളിൽ മ്യൂസിയത്തിൻ്റെ പ്രയോജനം ഏറ്റവും കൂടുതൽ ഫലപ്രദമായി ശുപാർശ ചെയ്തതും ആരാണ്? ലക്ഷ്മണസ്വാമി മുതലയാർ കമ്മീഷൻ. അപ്പോൾ മറക്കണ്ട, 1952 ഡോക്ടർ ലക്ഷ്മണസ്വാമി മുതലയാർ കമ്മീഷനാണ്
ത്രിഭാഷ പാഠ്യപദ്ധതി ശുപാർശ ചെയ്ത്, അതോടൊപ്പം തന്നെ വിവിധോദ്ദേശ വിദ്യാലയങ്ങൾ ശുപാർശ ചെയ്തു, സെക്കൻഡറി എഡ്യൂക്കേഷൻ ശുപാർശ ചെയ്തു, അതോടൊപ്പം തന്നെ മ്യൂസിയങ്ങളുടെ പഠനങ്ങളിൽ മ്യൂസിയങ്ങളുടെ ആവശ്യകതയെക്കുറിച്ച് ശുപാർശ ചെയ്തും ഏതാണ് ഈ പറഞ്ഞ ലക്ഷ്മണസ്വാമി മുതലിയാർ കമ്മീഷനാണ്. ഇനി ഇന്ത്യയിലെ ആദ്യത്തെ വിദ്യാഭ്യാസ കമ്മീഷൻ അത് ഹണ്ടർ കമ്മീഷനാണ്. 1882 നമുക്കറിയാം ലോർഡ് റിപ്പൺ അപ്പോയിന്റ് ചെയ്ത ഹണ്ടർ കമ്മീഷനായിരുന്നു ബ്രിട്ടീഷ് ഇന്ത്യയിലെ ആദ്യത്തെ വിദ്യാഭ്യാസ കമ്മീഷൻ. ബ്രിട്ടീഷ് ഇന്ത്യയിലെ ആദ്യത്തെ വിദ്യാഭ്യാസ കമ്മീഷൻ ഹണ്ടർ കമ്മീഷനായിരുന്നു. 1882 അപ്പോയിന്റഡ് ബൈ ലോർഡ് റിപ്പൺ ആയിരുന്നു. അതിനുശേഷം സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ വിദ്യാഭ്യാസ കമ്മീഷൻ ദാറ്റ് ഈസ് ഫസ്റ്റ് എഡ്യൂക്കേഷണൽ കമ്മീഷൻ ആഫ്റ്റർ ഇൻഡിപെൻഡൻസ്. സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ വിദ്യാഭ്യാസ കമ്മീഷൻ എന്ന് പറഞ്ഞാൽ 1948 ഡോക്ടർ എസ് രാധാകൃഷ്ണൻ കമ്മീഷനാണ്. ഡോക്ടർ എസ് രാധാകൃഷ്ണൻ കമ്മീഷനായിരുന്നു സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ വിദ്യാഭ്യാസ കമ്മീഷൻ 1948. ഇനി രാധാകൃഷ്ണൻ കമ്മീഷൻ ആണെങ്കിൽ ഓർത്തുവെക്കുക, ഇന്ത്യയിലെ സർവകലാശാലകളെ ഭാരതീയവൽക്കരിക്കുക. സർവകലാശാലയെക്കുറിച്ച് ഏറ്റവും കൂടുതൽ ശുപാർശ ചെയ്ത ഒരു കമ്മീഷനാണ് ഡോക്ടർ എസ് രാധാകൃഷ്ണൻ കമ്മീഷൻ. ഇന്ത്യൻ സർവകലാശാല ഭാരതീയവൽക്കരിക്കുക. അതോടൊപ്പം UGC കൊണ്ടുവരിക. UGC ഇന്ത്യയിലെ എല്ലാ സർവകലാശാലയിലും ഒരു ഏജൻസിയെ കീഴിൽ നിർത്തുക എന്ന അർത്ഥത്തിൽ UGCയെ ശുപാർശ ചെയ്തും രാധാകൃഷ്ണൻ കമ്മീഷനും. അതോടൊപ്പം തന്നെ ഗ്രാമീണ വിദ്യാഭ്യാസ മേഖല, ഗ്രാമീണ സർവകലാശാലകൾക്ക് ശുപാർശ ചെയ്ത് നമ്മൾ ഈ പറഞ്ഞ ഏതാണ് രാധാകൃഷ്ണൻ കമ്മീഷനാണ് ഗ്രാമീണ സ്ഥലം. അതോടൊപ്പം തന്നെ NCC പോലുള്ള സാമൂഹ്യ സേവനം നിർബന്ധമാക്കുക, അധ്യാപക നിലവാരം ഉയർത്തുക തുടങ്ങിയതെല്ലാം ഏതിൻ്റെയാണ് ഈ രാധാകൃഷ്ണൻ കമ്മീഷൻ്റെ ശുപാർശകളാണ്. അപ്പം ഓർത്തുക രാധാകൃഷ്ണൻ കമ്മീഷൻ 1948 സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ വിദ്യാഭ്യാസ കമ്മീഷനാണ് ഡോക്ടർ എസ് രാധാകൃഷ്ണൻ കമ്മീഷനും. പ്രധാനപ്പെട്ട ശുപാർശകളൊന്ന് ഇന്ത്യയിലെ സർവകലാശാലകളെ ഭാരതീയവൽക്കരിക്കുക. അതോടൊപ്പം തന്നെ UGC നിലവിൽ വരിക. UGC എന്നൊരു ഏജൻസി കൊണ്ട് എല്ലാ സർവകലാശാലയും ഒന്നിച്ച് ഭരിക്കാൻ വേണ്ടിയ ഒരു UGC പ്രപ്പോസ് ചെയ്തു. UGC യൂണിവേഴ്സിറ്റി ഗ്രാൻഡ് കമ്മീഷൻ ഓർത്തുക. UGC പ്രപ്പോസ് ചെയ്തു. UGC നിലവിൽ വന്നത് 1953 ഇനോഗ്രേറ്റ് ചെയ്തത്. പക്ഷേ വർക്കൗട്ട് ആയത് 56. അതുകൊണ്ട് തന്നെ ചോദ്യങ്ങളുണ്ടായിരുന്നു. ഒരു ടൈമിൽ PSC വെച്ച് UGC നിലവിൽ വന്നെന്ന് 1953 കൊടുത്തു. പിന്നീട് ഒരു തവണ ഒരു ഓപ്ഷൻ കൊടുത്തു, 56 കൊടുത്തു. 53 ഇനോഗ്രേറ്റ് ചെയ്തു, 56 വർക്കൗട്ട് ആയത്. അതാണ് UGC. അപ്പോൾ UGC ശുപാർശ ചെയ്തു. ഗ്രാമീണ സർവകലാശാലകൾ, ഗ്രാമീണ വിദ്യാലയങ്ങൾ, ഗ്രാമീണ സർവകലാശാലകൾക്ക് പ്രാധാന്യം ശുപാർശ ചെയ്ത് രാധാകൃഷ്ണൻ കമ്മീഷനാണ്. അതോടൊപ്പം NCC, NSS പോലുള്ള സാമൂഹ്യ സേവന ഏജൻസികൾ, സാമൂഹ്യ സേവനങ്ങൾ അതിന് പ്രാധാന്യം കൊടുക്കുക. ഇതെല്ലാം അധ്യാപക ഗുണനിലവാരം ഉയർത്തുക. ഇതെല്ലാം ഡോക്ടർ രാധാകൃഷ്ണൻ കമ്മീഷൻ്റെ ശുപാർശയാണ്. പിന്നെ അതിനുശേഷമാണ് നമ്മൾ മുതലയാർ കമ്മീഷൻ വരുന്നത്. അതിനുശേഷം 1964 ഡോക്ടർ എസ് കോത്താരി കമ്മീഷൻ കൂടി വരുന്നത്. അപ്പോൾ 64 കോത്താരി കമ്മീഷൻ കൂടി. അപ്പോൾ ഹണ്ടർ കമ്മീഷൻ പഠിക്കുക, രാധാകൃഷ്ണൻ കമ്മീഷൻ പഠിക്കുക, മുതലയാർ കമ്മീഷൻ പഠിക്കാൻ ശേഷം കോത്താരി കമ്മീഷൻ 1964 വരുന്നത്. പ്രധാനമായും എന്തായിരുന്നു നമ്മളിന്ന് ഫോളോ ചെയ്യുന്ന 10+2+3 പാറ്റേൺ എഡ്യൂക്കേഷൻ, 10+2+3 പാറ്റേൺ എഡ്യൂക്കേഷൻ. 10ാം ക്ലാസ് 2 വർഷം, +2 അറിയാൽ 3 വർഷം ഡിഗ്രി. ഈ ഒരു പാറ്റേൺ നമ്മളിന്ന് ഫോളോ ചെയ്യുന്ന പാറ്റേൺ വിദ്യാഭ്യാസം അത് ശുപാർശ ചെയ്ത് കോത്താരി കമ്മീഷനായിരുന്നു. അതോടൊപ്പം തന്നെ കാർഷിക സർവകലാശാലകൾക്ക് കാർഷിക യൂണിവേഴ്സിറ്റി അല്ലെങ്കിൽ അഗ്രികൾച്ചറൽ യൂണിവേഴ്സിറ്റി കാർഷിക സർവകലാശാലകൾക്ക് പ്രാധാന്യം നൽകിയതും ആരായിരുന്നു? നമ്മൾ വരുന്ന കോത്താരി കമ്മീഷനായിരുന്നു എന്നോർത്ത്. കോത്താരി കമ്മീഷനാണ് കാർഷിക. അതോടൊപ്പം തന്നെ ബാഹ്യ പരീക്ഷയും ആന്തരിക പരീക്ഷകളുടെയും അടിസ്ഥാനത്തിലായിരിക്കണം അന്തിമമായിട്ടുള്ള മൂല്യനിർണ്ണയം എന്നെല്ലാം ശുപാർശ ചെയ്ത് നമ്മൾ പറഞ്ഞ കോത്താരി കമ്മീഷൻ. വെച്ചാൽ ബാഹ്യ പരീക്ഷയും ആന്തരിക പരീക്ഷ, നമ്മൾ ഇന്റേണൽ മാർക്ക് എന്നൊക്കെ നമ്മൾ പറയില്ലേ, ആ ബാഹ്യ പരീക്ഷയും ആന്തരിക പരീക്ഷകൾക്കും ശേഷം മാത്രമായിരിക്കണം അന്തിമ മൂല്യനിർണ്ണയം. ദെൻ അതോടൊപ്പം വർക്ക് എക്സ്പീരിയൻസ് പ്രവൃത്തി പരിചയങ്ങൾക്ക് പ്രാധാന്യം നൽകുക, അത് നിർബന്ധമാക്കുക തുടങ്ങിയവയെല്ലാം ഏതിൻ്റെ വയോജന വിദ്യാഭ്യാസം അതിനുമെല്ലാം ഇതെല്ലാം ശുപാർശ ചെയ്ത് കോത്താരി കമ്മീഷൻ. അപ്പോൾ 1964 കോത്താരി കമ്മീഷൻ ഓർത്തിക്കുക. 10+2+3 പാറ്റേൺ എഡ്യൂക്കേഷനാണ്. വയോജന വിദ്യാഭ്യാസത്തിന് പ്രാധാന്യം നൽകിയിരുന്നു. വർക്ക് എക്സ്പീരിയൻസിന് ശുപാർശ ചെയ്തിരുന്നു. ബാഹ്യ പരീക്ഷകളും ആന്തരിക പരീക്ഷകളും കഴിഞ്ഞ ശേഷം മാത്രമേ അന്തിമ മൂല്യനിർണ്ണയം നടത്താവൂ എന്ന് പറഞ്ഞതും കോത്താരി കമ്മീഷനാണ് എന്നൊക്കെ ഓർത്ത് വയ്ക്കുക. അതോടൊപ്പം തന്നെ കാർഷിക സർവകലാശാലകൾക്ക് പ്രാധാന്യം കൊടുത്തതും ശുപാർശ നൽകിയതും ആരാണ്? കോത്താരി കമ്മീഷനാണ്. അപ്പോൾ ഇത് പൊതുവെ ജനറൽ ആയിട്ടാണെങ്കിൽ പോലും LPUP, കാറ്ററ്റ് പോലുള്ള എക്സാമിന് കാറ്ററ്റ്, HSA, HST പോലുള്ള എക്സാമിൻ്റെ കുട്ടികൾ ഒന്നുകൂടി വളരെ ശ്രദ്ധിച്ച് പഠിക്കുക. 3 കമ്മീഷൻസ് ഏതൊക്കെയാണ്? ഹണ്ടർ കമ്മീഷൻ്റെ, രാധാകൃഷ്ണൻ കമ്മീഷൻ്റെ, മുതലിയാർ കമ്മീഷൻ്റെ, അത് കഴിഞ്ഞാൽ കോത്താരി കമ്മീഷൻ്റെ, രാധാകൃഷ്ണൻ കമ്മീഷൻ, കോത്താരി കമ്മീഷൻ്റെ. പിന്നെ അതിനുശേഷം ഇപ്പോൾ കസ്തൂരിരംഗൻ കമ്മീഷൻ വന്നിട്ടുണ്ട്, അതും പഠിക്കുക. അപ്പോൾ ഇതെല്ലാം അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. അപ്പോൾ നമ്മുടെ രണ്ടാമത്തെ ചോദ്യം കഴിഞ്ഞു. ദെൻ നമുക്ക് മൂന്നാമത്തെ ക്വസ്റ്റ്യൻസ് ലഭിക്കുക. ഹിമാലയത്തിൻ്റെ ഏത് ഭാഗങ്ങളാണ് സിംല, ഡാർജിലിംഗ് കാണപ്പെടുന്നത്? ഹിമാലയത്തിൻ്റെ ഏത് ഭാഗത്താണ് അല്ലെങ്കിൽ ഏത് നിരകളിലാണ് സിംല ആൻഡ് ഡാർജിലിംഗ് കാണപ്പെടുന്നത്? ഇത് വളരെ ക്ലവർ ആയിട്ടുള്ള ചോദ്യമാണ്, എന്നാൽ അത്രയൊരു ബുദ്ധിമുട്ടുള്ള ചോദ്യം. ഓർത്തുക, ഹിമാലയത്തെ നമ്മൾ പൊതുവെ 3ആയിട്ട് തരംതിരിക്കുന്നത്. നമ്മുടെ നോർത്ത് മൗണ്ടൻ എന്ന് വെച്ചാൽ ഉത്തര മഹാപർവ്വത മേഖല,
ഉത്തര മഹാപർവ്വത മേഖല നമ്മൾ മൂന്നായി തരംതിരിക്കും. ഒന്ന് ട്രാൻസ് ഹിമാലയ, മറ്റൊന്ന് ഹിമാലയ, മറ്റൊന്ന് പൂർവാചൽ. അങ്ങനെ പറയാം നമ്മൾ. ഗ്രേറ്റ് മൗണ്ടൻ ഓഫ് നോർത്ത് അങ്ങനെ പറയാം. ഉത്തര മഹാപർവ്വത മേഖല അതിനെ ട്രാൻസ് ഹിമാലയ എന്ന് പറയും. അത് കഴിഞ്ഞാൽ ഹിമാലയം പറയും. അത് കഴിഞ്ഞാൽ പൂർവാചൽ ഇങ്ങനെ പറയും. അതിൽ ഹിമാലയത്തെ തന്നെ അതിന് അക്കോർഡിംഗ് ടു ദെയർ ഹൈറ്റ്, അക്കോർഡിംഗ് ടു അതിൻ്റെ ഹൈറ്റിനനുസരിച്ച്, ഈ ഹിമാലയത്തിൻ്റെ ഹൈറ്റിനനുസരിച്ച് നമ്മൾ ഹിമാദ്രി, ഹിമാചൽ, സിവാലിക് ഇങ്ങനെ മൂന്നായി തരംതിരിക്കാറുണ്ട്. അപ്പോൾ ആ മൂന്നിൻ്റെ ഫീച്ചേഴ്സ് പഠിച്ചതിന് ആൻസർ കിട്ടും. ഇതിൽ ഈ ഹിമാദ്രി, ഹിമാചൽ, സിവാലിക് ഇതിൽ ഏത് നിരയിലാണ് നമ്മൾ ഈ പറഞ്ഞ ഡാർജിലിംഗ്, അതോടൊപ്പം തന്നെ സിംല, കുളു, മണാലി തുടങ്ങിയ സ്ഥലങ്ങൾ എന്നാണ് പറഞ്ഞത്. ഓർത്ത് ഇതിൽ ആദ്യത്തെ ഒരു ഫീച്ചർ നമ്മൾ ഹിമാദ്രി പ്രത്യേകത എന്ന് വെച്ചാൽ ടോട്ടലി ഗ്ലേസിയർ ആണ്. ഹിമാദ്രി ഏറ്റവും ടോപ്പിലാണ്, 6000 മീറ്ററിനേക്കാൾ ഉയരമുള്ള ഭാഗങ്ങളാണ് ഹിമാദ്രി. അവിടെ ടോട്ടലി മഞ്ഞുമലകളാണ്, മഞ്ഞു പാളികളാണ്. അതോടൊപ്പം തന്നെ ഹയസ്റ്റ് മൗണ്ടൻ, ഏറ്റവും പ്രധാനപ്പെട്ട പീക്കുകൾ കാഞ്ചൻജംഗ, എവറസ്റ്റ്, നംഗപർവ്വതം, നന്ദാദേവി, അന്നപൂർണ്ണ തുടങ്ങിയ പീക്കുകളാണ് നമുക്ക് അവിടെ കാണാം. മഞ്ഞുമലകളാണ് നമുക്ക് അവിടെ കാണാം, വേറെ ഒന്നും കാണാൻ പറ്റില്ല. അത് കഴിഞ്ഞാൽ രണ്ടാമത്തെ ലെയറാണ് നമ്മൾ 6000 മീറ്ററിന് താഴെയും 3000 മീറ്ററിന് മേലെയും കിടക്കുന്ന രണ്ടാമത്തെ മിഡിൽ പാർട്ടാണ് നമ്മൾ ഏത് പറയുന്നത്, ഹിമാചൽ എന്ന് പറയുന്നത്. അവിടെ നമ്മൾ കാണുന്ന പ്രധാനപ്പെട്ട സുഖവാസ കേന്ദ്രമാണ്, ഹിൽ സ്റ്റേഷൻസ് ആണ് പ്രധാനപ്പെട്ട സുഖവാസ. ഇപ്പോൾ നമ്മൾ കുളു, മണാലി, ഡാർജിലിംഗ്, മസൂറി, സിംല, നൈനിറ്റാൾ തുടങ്ങിയ എല്ലാ പ്രധാനപ്പെട്ട ഹിൽ സ്റ്റേഷൻസ് കാണുന്ന നമ്മൾ ഈ രണ്ടാമത്തെ ഭാഗമായ ഹിമാചലാണ്. പിന്നെ അവിടെ വൃക്ഷങ്ങൾ നമുക്ക് കാണാൻ പറ്റും. പ്രധാനപ്പെട്ട പൈൻ മരങ്ങൾ, വില്ലോ മരങ്ങൾ, ഓക്ക് മരങ്ങൾ, ദേവദാർ മരങ്ങൾ, ദിയോദാർ മരങ്ങൾ തുടങ്ങിയ മരങ്ങളും കാണുന്നത് സെക്കൻഡ് ലെയറിലാണ്, ഏകദേശം ഹിമാചലാണ്. ദെൻ തേർഡ് വൺ സിവാലിക്കൽ നമ്മൾ കാണപ്പെടുന്നത് പ്രധാനമായിട്ടും എന്താണ്, ഡൂണുകളാണ്. വലിയ വലിയ പുൽമേടുകൾ, ഡൂണുകൾ കാണപ്പെടുന്നു. പിന്നെ നാച്ചുറൽ കലാമിറ്റീസ്, പ്രകൃതി ദുരന്തങ്ങൾ നടക്കുന്ന സ്ഥലം അവിടെയാണ്. ടെറസ് കൾട്ടിവേഷൻ നടക്കുന്നത്, ഇതെല്ലാം ഏതാണ്, സിവാലിക്കലാണ്. ക്ലിയർ ആയാലോ? അപ്പോൾ ഈ 3 ലെയറുകൾ പഠിച്ചതിന് ആൻസർ ഉണ്ട്. അപ്പോൾ നമ്മളിതിൽ പറഞ്ഞത് ചോദ്യം എന്തായിരുന്നു, കുളു, ഡാർജിലിംഗ്, സിംല, ഡാർജിലിംഗ് തുടങ്ങിയെല്ലാം ഏത് നിരയിലാണ് കാണപ്പെടുന്നത്? ഏതായിരിക്കും നിര? നമ്മൾ രണ്ടാമത് പറഞ്ഞ ഏതാണ്, ഹിമാചലിലാണ് ഈ ഹിൽ സ്റ്റേഷൻസ് എല്ലാം കാണപ്പെടുന്നത്. ക്ലിയർ ആയി? പിന്നെ ഈ മരങ്ങൾ, വൃക്ഷങ്ങളൊക്കെ കാണപ്പെടുന്നതും രണ്ടാമത്തെ നിലയാണ്. അപ്പോൾ ഓർത്തിക്കുക, നമ്മുടെ മൂന്നാമത്തെ ചോദ്യം ഇതാണ്, ഹിമാലയത്തിൻ്റെ ഏത് ഭാഗത്താണ്, ഏത് നിരയിലാണ് നമ്മൾ സിംല ആൻഡ് ഡാർജിലിംഗ് കാണപ്പെടുന്നത്? ഒരു സംശയം വേണ്ട, രണ്ടാമത്തെ ഭാഗമായ മിഡിൽ ഭാഗമായ ഏതാണ്, ഹിമാചലിലാണ് നമ്മൾ എന്ത് കാണുന്നത്, കുളു, മണാലി, ഡാർജിലിംഗ്, നൈനിറ്റാൾ, അൽമോറ തുടങ്ങിയ എല്ലാ സുഖവാസ കേന്ദ്രങ്ങളും കാണുന്നത് രണ്ടാമത്തെ പാർട്ടിലാണ്. ക്ലിയർ ആയിരിക്കുമല്ലോ? അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മുടെ 3 പ്രധാനപ്പെട്ട ചോദ്യങ്ങളും അതിൻ്റെ ഉത്തരങ്ങളും അനുബന്ധമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. അപ്പോൾ ഈ 3 ചോദ്യം പഠിച്ചാൽ തന്നെ, അതിൻ്റെ ഉത്തരങ്ങളും അനുബന്ധ കാര്യങ്ങൾ പഠിച്ചാൽ തന്നെ അത്യാവശ്യം ഫാക്റ്റുകൾ നമുക്ക് കിട്ടും. ക്ലിയർ ആയിരിക്കുമല്ലോ? അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ ഇത്രയും ഓർത്തുകയും 3 ചോദ്യങ്ങളും ഉത്തരങ്ങളും വളരെ ഭംഗിയായിട്ട് പഠിക്കുക. ഇനി എന്തെങ്കിലും ഡൗട്ടുകളോ മറ്റു കാര്യങ്ങളോ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്തോളൂ, അല്ലെങ്കിൽ 9846298093 എന്ന നമ്പറിൽ കമൻറ്റ് ചെയ്ത് വേണ്ട നിർദ്ദേശങ്ങളും ഗൈഡൻസുകളും നിങ്ങൾക്ക് നൽകാവുന്നതാണ്. സോ അടുത്ത ക്ലാസ്സിൽ വീണ്ടും കണ്ടുമുട്ടാം. അതുവരെ എല്ലാവർക്കും